മലവെളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു. ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ ചേരാൻ ചെല്ലുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കോളമുണ്ട്. നീ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, അതേ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് പണി തുടങ്ങിയായിരുന്നു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. മനസ്സിലാക്കി ഞാൻ പേടിച്ചോടി വീട്ടിൽ കയറി. പക്ഷെ അവനെ വിടാൻ പാവില്ലായിരുന്നു. വീട് വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ വിളിക്കണമെന്നറിയില്ല. ഒരു വഴിയില്ലാതെ ഞാനൊരു മുകളിലേക്ക് കയറി. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കണ്ടു. പണക്കാരൻ, പാവപ്പെട്ടവൻ, പണ്ഡിതൻ, പാമരൻ, താണജാതി, കൂടിയ ജാതി, ജീവന് വേണ്ടിയുള്ള ഇവരുടെ എല്ലാം നിലവിളിക്ക് ഒരു സ്വരമായിരുന്നു. ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. രാവിലെ ഒരു 1:30 കൂടിയിട്ടാണ് ഫസ്റ്റത്തെ പൊട്ടൽ വരുന്നത്. കൊണ്ട് കിട്ടുന്ന ആളാണ് ബംഗ്ലാവിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പ്രജീഷിനെ പിന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും രണ്ടാമത്തെ പൊട്ട് കിട്ടുന്ന പങ്ക്. അപ്പോൾ പ്രജീഷ് ഞാൻ ലഭ്യക്കാൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി എന്ന് മാത്രം ഫോൺ മാത്രം എനിക്ക് കേട്ടുള്ളൂ. പിന്നെ ഒന്നും കണ്ടില്ല. ബാക്കി എൻ്റെ അയൽവാസിയിൽ 6-7 മക്കളും കുടുംബം ഉണ്ടായി. ആരുമില്ല, എല്ലാവരും പോയി. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി എൻ്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പൻ്റെ അടുത്താണ്. ഒരീസ് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുത്തുന്നവരെ മഴ. എൻ്റെ കയ്യിലില്ലാതാ പറഞ്ഞു. എൻ്റെ പേര് കിട്ടി, എൻ്റെ കൈ പോയി മാത്രമേ. എൻ്റെ വീട് പോയി, എൻ്റെ മോളെ വീട് പോയി. അത് എത്ര
KCBക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ചത്. ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ഞങ്ങൾക്കറിയില്ല, കാരണം ഞങ്ങൾക്ക് ചുറ്റും മതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കും. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല.